ലീലാതിലകത്തിലെ ഭാഷയെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. മണിപ്രവാളം എന്ന സാഹിത്യ ശാഖയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ലീലാതിലകത്തിൽ സന്ദർഭവശാൽ കേരള ഭാഷയെ സംബന്ധിക്കുന്ന ചില പരാമർശങ്ങളുണ്ട്. സംസ്കൃതം അനാദിയാണെന്നും മറ്റു ഭാഷകൾ അതിലുണ്ടായതാണെന്നും വിശ്വസിക്കുന്ന ലീലാതിലകകാരൻ കേരള ഭാഷ പഠന വിഷയമാക്കാഞ്ഞതിൽ അത്ഭുതമില്ല. എങ്കിലും മണിപ്രവാളത്തിന്റെ ഭാഗമായ ഭാഷയെ സംബന്ധിച്ച വിശകലനങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന നിർവചനത്തിൽ ഭാഷയെന്നും സംസ്കൃതമെന്നും രണ്ട് ഘടകങ്ങളുണ്ട്. ഭാഷയെന്നത് കേരള ഭാഷയാണെന്നും സംസ്കൃതം സംസ്കൃത വിഭക്ത്യന്ത പദങ്ങളാണെന്നും പറയുന്നുണ്ട്. കാവ്യ സന്ദർഭങ്ങളിൽ സംസ്കൃത വിഭക്തി ചേർത്ത ഭാഷാപദം പ്രയോഗിച്ചാലും സംസ്കൃതമായി പരിഗണിക്കും. പുപൂകിരെ, മാടമ്പീനാം, പൊത്തിയിത്തുവ മുതലായവ ഉദാഹരണം. എന്നാൽ ഭാഷാപദങ്ങളെ സംബന്ധിച്ച വിശദീകരണം കുറെ നീണ്ടുപോകുന്നു. കേരളർ ദ്രാവിഡരാണെന്നും ബഹുഭൂരിപക്ഷം വരുന്ന അവരുടെ ഭാഷ തമിഴാണെന്നും ആചാര്യൻ പറയുന്നു. തമിഴ് മണി, സംസ്കൃത പവിഴം തുടങ്ങിയ പ്രയോഗത്തിലെ തമിഴ് കേരള ഭാഷയെയാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ തമിഴ് നമ്മാഴ്വാരുടെ തിരുവായ്മൊഴിയിൽ നിന്നും ഭിന്നമല്ലെന്നും അക്ഷരമാല തമിഴിൻ്റേതാണെന്നും പ്രസ്താവിക്കുന്നു. തൊൽക്കാപ്യം നിർദ്ദേശിക്കുന്ന തമിഴ് അക്ഷരമാലയാണ് കേരള ഭാഷയ്ക്ക് ലീലാതിലകവും ചൂണ്ടിക്കാട്ടുന്നത്. അ, ആ, ഇ, ഈ, ഉ, ഊ, എ, ഐ, ഒ, ഔ എന്നീ 12 സ്വരങ്ങളും ക, ച, ഡ, ത, പ, ങ, ഞ, ണ, ന, മ, യാര, ലാവ, ളാഴ, റാന എന്നീ 18 വ്യഞ്ജനങ്ങളും ചേർന്നതാണ് ഈ തമിഴ് അക്ഷരമാല. എന്നാൽ ഏതാനും അംഗങ്ങളിൽ മലനാട്ട് തമിഴിന് പാണ്ഡിത്തമിഴിന്റെ ഒരു പ്രാദേശിക ഭേദം മാത്രമായി കണ്ടുവന്നു. വ്യാകരണ വ്യവസ്ഥ കൊണ്ടും മറ്റും വേർതിരിഞ്ഞിരുന്നില്ല. കേരളത്തിലെ തമിഴിന് ആചാര്യൻ ഉത്കൃഷ്ടമെന്നും അപകൃഷ്ടമെന്നും വിഭജിക്കുന്നു. ത്രൈവർണികരുടെ മണിപ്രവാളത്തിൽ സംസ്കൃതത്തോടൊപ്പം പ്രയോഗിക്കുന്ന തമിഴാണ് ഉത്കൃഷ്ടം. പാമര ജനങ്ങളാൽ, അതായത് ശൂദ്രാദികളായ സാധാരണക്കാർ വ്യവഹരിക്കുന്നത് അപകൃഷ്ടം. ഈ അപകൃഷ്ട ഭാഷയാണ് ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായ പാട്ടിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില ഭാഷാഭേദങ്ങളും അന്ന് പ്രചരിച്ചിരുന്നു. ആലത്തൂർ മണിപ്രവാളം രസാലങ്കാരം കുറവായതുകൊണ്ട് അധമ വിഭാഗത്തിൽപ്പെടുന്നു. അതിലെ ഭാഷ സംസ്കൃതവും തമിഴും കലർത്തിയ ഭാഷാ മിശ്രം മാത്രമാണ്. ത്രൈവർണികർ നിയമവ്യവസ്ഥയില്ലാതെ സംസ്കൃതവും തമിഴും കലർത്തി പറഞ്ഞിരുന്നു. അതിൽ ആ കർത്യതാം, തത് പുസ്തം, ഇങ്കേ ആനയ തുടങ്ങിയ വികല രൂപങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. ആര്യഭാഷാ സമ്പർക്കം മൂലം മലനാട്ട് തമിഴിൽ പെട്ടെന്ന് രൂപഭേദം വന്നതുകൊണ്ട് നിയമവ്യവസ്ഥയ്ക്ക് വഴങ്ങാത്ത ധാരാളം വിലക്ഷണ പ്രയോഗങ്ങൾ അന്ന് ത്രൈവർണികരുടെ വ്യവഹാര ഭാഷയിൽ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽപ്പെടുന്ന മറ്റൊന്നാണ് നമ്പ്യാർ തമിഴ്. ചാക്യാർ കഥാപ്രസംഗത്തിന് ഉപയോഗിക്കുന്ന ഭാഷയും മണിപ്രവാളത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ചിരുന്നില്ല. തമിഴും സംസ്കൃത പദങ്ങളും കലർത്തിപ്പറയുന്ന അതിൽ സംസ്കൃത വിഭക്ത്യന്ത രൂപങ്ങൾ ഇല്ലായിരുന്നു. മണിപ്രവാളത്തിലെ കാവ്യഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ് നമ്പ്യാരുടെ കഥാപ്രസംഗ ഭാഷ. ഭാഷീകരിച്ച സംസ്കൃതത്തെ ഭാഷയായിട്ടേ ഗണിക്കുകയുള്ളൂ. സംസ്കൃത ശബ്ദങ്ങളെ ഭാഷീകരിക്കുന്നത് പോലെ ഭാഷാ ശബ്ദങ്ങളെ സംസ്കൃതീകരിച്ചിരുന്നു. മലയാളത്തിലെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാക്കുന്നെങ്കിലും അതിൻ്റെ വേലിക്ക് വെളിയിൽ പല ഭാഷാഭേദങ്ങളും ഉണ്ടായിരുന്നു. വന്താൻ, ഇരുന്താൻ, തേങ്ക, മാങ്ക എന്നെല്ലാം കേരളത്തിലെ സാധാരണ ജനങ്ങൾ വ്യവഹരിക്കുമ്പോൾ ത്രൈവർണികർ തേങ്ങ, മാങ്ങ, വന്നാൻ, ഇരുന്നാൻ എന്നെല്ലാം വ്യവഹരിച്ചിരുന്നു. തേങ്ങ, മാങ്ങ, വന്നാൻ, ഇരുന്നാൻ എന്നെല്ലാം വ്യവഹരിക്കുന്നത് ഉത്കൃഷ്ട ഭാഷയിൽ അനുനാസികാതിപ്രസരം തുടങ്ങിയ നയങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയ കാലത്താണ്. പരഭാഗ നിരൂപണത്തിൽ സുപ്രധാനമായ പല സംഗതികളും വെളിപ്പെടുത്തുന്നു. വിധിപ്രാർത്ഥനയോ സ്വാഭിമുഖ പരേഷു യഥാദർശനം ക്രിയാവർണതേ, ക്രിയകളിൽ പുരുഷ പ്രത്യയങ്ങൾ ചേർത്തിരുന്നു എന്നതിന് തെളിവാണിത്. ഉണ്ടാൻ, ഉണ്ണിറ്റാൻ, വന്നേൻ, വന്നൂം, വന്നീർ, കാണിൻഡോ, കാണിറ്റീർ എന്നെല്ലാം ഉദാഹരണം. വിഭക്തി പ്രത്യയങ്ങളുടെ ചർച്ച തമിഴ് വ്യാകരണത്തിന്റെ വഴിക്കാണ് പോകുന്നത്. സന്ധി കാര്യത്തിലും നന്നൂൽ നിർദ്ദേശിക്കുന്ന പല സന്ധികളും ലീലാതിലകം ഉദ്ധരിക്കുന്നു. ആ അധികം അഴക് ഔവഴക്, ആറ് അധികം അകം ആറ്റകം, കല്ലധികം കുളം കർക്കുളം, കാലധികം താളം കാറ്റാളം, പൊല്ലധികം ചിലമ്പ് പൊർച്ചിലമ്പ് ഇവ ഉദാഹരണം. മഴൈ മഴ, കുലൈ കുല,
തലൈ, തല ഇങ്ങനെ സ്വരസംവരണം വന്ന രൂപങ്ങളും സാധാരണയാണ്. രാ, ല ഇവ പദാദിയിൽ വരില്ലെന്ന് പറയുന്ന ലീലാതിലകകാരൻ ഈ രണ്ട് പ്രയോഗത്തിന് പകരം രണ്ട് പ്രയോഗിക്കുന്നത് ഒരുത്തി എരുത്തിയാക്കുന്നത് പോലാണെന്ന് കുറ്റപ്പെടുത്തുന്നു. കേരള ഭാഷയുടെ വികാസ പരിണാമ ദിശയിലെ ചില സുപ്രധാന നിയമങ്ങളും ലീലാതിലകത്തിൽ നിന്ന് പഠിക്കാനുണ്ട്.